ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു MS വേർഡ് മലയാളം ട്യൂട്ടോറിയൽ. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു മലയാളം പാരഗ്രാഫ് ടൈപ്പ് ചെയ്യും, എങ്ങനെ ഒരു മലയാളം സെന്റൻസ് ടൈപ്പ് ചെയ്യും എന്നൊക്കെയാണ്. ഉം, അതിനായി നമുക്ക് ഏഹ്, ഒരു വെബ് ബ്രൗസർ ആവശ്യമുണ്ട്. അതിനായി മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന വെബ് ബ്രൗസർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിൽ നമ്മൾ മലയാളം ടൈപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. അതിൽ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ ഓൺലൈനിൽ എന്ന് വന്നത് കാണാം. അത് നമ്മൾ ഫസ്റ്റ് വന്നത് തന്നെ സെലക്ട് ചെയ്യുക. അതിൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മലയാളം ടൈപ്പിംഗ് ഇഷ്ടമായോ? എങ്ങനെയാണ് നിങ്ങൾ എവിടെ ആണ് സ്ഥലം ഞാൻ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മലയാളം ഇഷ്ടമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് ഇത് സെലക്ട് ചെയ്ത് കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം എം എസ് വേർഡിൽ ന്യൂ ഡോക്യുമെന്റ് എടുത്ത് ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അവിടെ ടൈപ്പ് ചെയ്തത് ഇവിടെ വന്നത് കാണാം. സെലക്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഒന്നും കൂടി ഞാനത് വിശദീകരിക്കാം. ഇവിടെ ഒരു മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന ഒരു വെബ് ബ്രൗസർ കാണാവുന്നതാണ്. അതിൽ മലയാളം ടൈപ്പ് എന്ന് എഴുതുക. അപ്പോൾ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ ഓൺലൈനിൽ എന്ന് ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മലയാളം ടൈപ്പിംഗ് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മലയാളം ടൈപ്പിംഗ് വളരെ രസകരമാണ്. മലയാളം ടൈപ്പിംഗ് വളരെ
വളരെ ഈസിയാണ്, എളുപ്പമാണ്. എളുപ്പമാണ്. ഇത് രണ്ടും നമുക്ക് കോപ്പി ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾ കോപ്പി സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം MS വേർഡ് എടുക്കുക. MS വേർഡിൽ ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുക. അതിൽ ടൈപ്പ് ചെയ്താൽ പേസ്റ്റ് കൊടുക്കുക. അതിൽ പേസ്റ്റ് ചെയ്തതായി വന്നത് കാണാം. വളരെ ഈസിയാണിത്. ISM ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടഫാണ്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പുതിയൊരു ക്ലാസ്സുമായി വരുന്നതാണ്.